ഞാനുള്ളത് സ്വർഗവാതിൽ പക്ഷി എന്ന സീരിയൽ ലൊക്കേഷനിലാണ്. അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് അതിലെ മുത്തശ്ശി കഥാപാത്രം. എന്നെ പോലെ നിങ്ങളും ക്യൂരിയസ് ആണെന്ന് അറിയാം, അത് ആരാണ് അഭിനയിച്ചതെന്ന് അറിയാനായിട്ട്. അപ്പൊ നമുക്കത് കണ്ടാലോ? ഡയറക്ടർ സാർ ഈ മുത്തശ്ശി വേഷമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ചേച്ചിക്ക് അത് ഏറ്റെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അതോ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുമായിരുന്നു? അച്ഛൻ 45-ാമത്തെ വയസ്സിലാണ് അരനാഴിക നേരം മൂവി ചെയ്യുന്നത്. അതിൽ അച്ഛൻ 90 വയസ്സുള്ള ഒരു മുത്തശ്ശന്റെ വേഷമാണ് ചെയ്തത്. പിന്നെ എന്റെ ബ്രദർ സായികുമാർ, അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങൾ മമ്മൂക്കയുടെ, മോഹൻലാൽ, ലാലേട്ടൻ ഇവരുടെ എല്ലാവരുടെയും അച്ഛനായിട്ടും ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഞാനെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റും കൂടുതൽ നോക്കി കാണും. കൺസിഡർ ചെയ്യുന്നത് മൂലം അതായിരിക്കും. വീട്ടിൽ മോന്റെ കൂടെ ഫ്രണ്ട്സ് വരുമ്പം എങ്ങനെ ബിഹേവ് ചെയ്യും, അത് മാത്രം ഇവിടെ ചെയ്താൽ മതി, അഭിനയിക്കണ്ട എന്ന്. ഗോഡ് സേക്ക് അച്ഛൻ്റെ അനുഗ്രഹമാണ്. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പോൾ സാർ അതെന്നെ വിളിച്ച് കാണിച്ചു, എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ, ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ കൊട്ടാരക്കര സാറിൻ്റെ പ്രസൻസ് ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം തൊട്ടേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളതാണ്. പക്ഷേ വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ഫാമിലിയെ മിസ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. ആ മിസ്സിങ് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ദുൽഖർജിയുടെ കൂടെ, ദിഗജിയുടെ കൂടെ ഒരു വേഷം ചെയ്തിരുന്നു. അതിൽ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ഇത്രയും എന്താ പറയാ, എളിമത്തുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടില്ല എന്ന് പറയാം. സായി ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അത്രയും ടഫ് ക്യാരക്ടർ തന്നെയാണോ വീട്ടിലും, അതോ പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്? ഒരിക്കലും ഇല്ല, വളരെ പാവമാണ്. വയ്യാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം അന്നൊരു ഉത്സവമേളം പോലെയാണ്. പാട്ട് പാടും, അന്താക്ഷരി കളിക്കുന്നതും, പിന്നെ കിച്ചണിലൊക്കെ വയ്യ തന്നെ കയറും. അതൊക്കെ എന്ന് വെച്ചാൽ വളരെ ഭയങ്കര മെമ്മറീസ്. ഹായ് ഓൾ, ഞാൻ കൃഷ്ണ. സീരിയൽ ടുഡേയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനുള്ളത് സ്വർഗവാതിൽ പക്ഷി എന്ന സീരിയൽ ലൊക്കേഷനിലാണ്. നമ്മൾ ഏവരും കാത്തിരുന്ന മുത്തശ്ശി കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ശൈലജ ചേച്ചിയാണ്. വെൽക്കം ചേച്ചി. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല ആ റോള് കണ്ടിട്ട് ചേച്ചി നേരിട്ട് കാണുമ്പോൾ. എങ്ങനെയാണ് ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല മോളെ, എന്താ പറയാ, എല്ലാവരും കൂടെ ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. വെച്ചാൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല ഏജ്ഡ് ആയിട്ടുള്ള വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മൂവിയിലാണെങ്കിലും അമ്മ വേഷങ്ങളാണ് ചെയ്യുന്നത്, സീരിയലാണെങ്കിലും അമ്മ വേഷങ്ങളാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് ആ ഒരു മേക്ക് ഓവറിൽ വരുമ്പോഴും ഇങ്ങനെ കാണുന്ന ഒരു വ്യത്യാസമായിരിക്കും, അല്ലാതെ പ്രത്യേകിച്ച് ഇന്നത്തെ അങ്ങനെയൊന്നുമില്ല. ഓക്കെ ചേച്ചി. അപ്പോ ഡയറക്ടർ സാർ ഈ മുത്തശ്ശി വേഷമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ചേച്ചിക്ക് അത് ഏറ്റെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, അതോ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുമായിരുന്നു? സന്തോഷത്തോടെ ഏറ്റെടുത്തതാണ്. പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് ചെയ്യാൻ കിട്ടുന്ന ക്യാരക്ടറിന്റെ ഡെപ്താണ്. അല്ലാതെ എന്തെങ്കിലും ഒരു വേഷം വന്ന് ചെയ്യുക, എപ്പോഴും ഗ്ലാമർ മാത്രം നോക്കി ചെയ്യുക, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ എനിക്കെന്നല്ല എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇല്ല. എൻ്റെ അച്ഛനാണെങ്കിൽ പറയുകയാണെങ്കിൽ, അച്ഛൻ 45-ാമത്തെ വയസ്സിലാണ് അരനാഴിക നേരം മൂവി ചെയ്യുന്നത്. അതിൽ അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല, പറഞ്ഞുള്ള അറിവുകളാണ് എനിക്ക് കൂടുതലും. അതിൽ അച്ഛൻ 90 വയസ്സുള്ള ഒരു മുത്തശ്ശന്റെ വേഷമാണ് ചെയ്തത്. കുഞ്ഞാനാച്ചൻ എന്ന് പറഞ്ഞ പ്രേക്ഷകർ എല്ലാവർക്കും അറിയായിരിക്കും, അത് ചെയ്തത്. പിന്നെ എൻ്റെ ബ്രദർ സായികുമാർ, അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങളാണെങ്കിലും മമ്മൂക്കയുടെ, മോഹൻലാൽ, ലാലേട്ടൻ ഇവരുടെ എല്ലാവരുടെയും അച്ഛനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെയാണ് ഞാനെന്നല്ല ഏതൊരു ആർട്ടിസ്റ്റും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് മൂലം അതായിരിക്കും. അല്ലാതെ പിന്നെ എന്നെ സംബന്ധിച്ച് വല്ല മാധവൻകുട്ടി സാറിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കിട്ടാൻ, സീരിയൽ, ഞാനിപ്പം ഈ ഫീൽഡിൽ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയാം. ഞാനൊരു 3.5 years ആയിട്ടുള്ളൂ ഈ ഫീൽഡിലോട്ട് വന്നിട്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഇതുപോലുള്ള ലെജൻഡായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ ഒരു അക്കാഡമിയാണ് എന്നെ സംബന്ധിച്ച്. അവർ പറഞ്ഞു തരുന്ന ഓരോ പോയിന്റ്സും അത് നമ്മൾ ക്യാച്ച് ചെയ്യണം. അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ അത് പുറത്ത് ഔട്ട് വരുന്നതും കേൾക്കുമ്പോഴും അറിയപ്പോഴും ഒരു സന്തോഷം, അഭിമാനം. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിക്ക് ഇത്രയും ഫാമിലിയിൽ ഇത്രയും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സായികുമാർ സാറായാലും എന്തെങ്കിലും അഭിനയത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടോ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നേ, അതോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച ഒരു കാര്യമാണോ? എക്സ്പീരിയൻസ്, എന്താ പറയുക, ഞാൻ വളരെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. വീട്ടിലാണെങ്കിൽ പോലും ഒന്നിനും ഇടപെടില്ല, ബാക്കിൽ ഇങ്ങനെ നിൽക്കും. വീട്ടിലൊരു ഫംഗ്ഷന് പോലും, ഒരു ഫോട്ടോ സെക്ഷന് പോലും ഞാൻ നിൽക്കില്ല. അതാണ് എൻ്റെ ഒരു നേച്ചർ. ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ക്യാമറയുടെ മുന്നിൽ വരുമ്പം ചെയ്യുന്നു, അച്ഛൻ്റെയും ഭഗവാന്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം. പിന്നെ അല്ലാതെ മോളെ ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷനൊന്നും എടുത്തിട്ടില്ല. വളരെ ആക്സിഡൻ്റലി വന്ന് പെട്ടതാണ്. എല്ലാവരും പറയുന്നതാണ് ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ. പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതൊരു ഷോ ഓഫ് വാക്കായിട്ട് ഞാൻ പറയുന്നതല്ല. ഞാൻ വർക്കിംഗ് ഫീൽഡായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് 16 years ആയിട്ട് ആ ഫീൽഡായിരുന്നു.
അപ്പം അങ്ങനെ ഈ കോവിഡിന്റെ സമയമല്ലേ, ആ സമയത്ത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്ത് വീട്ടിലിരിക്കുന്ന സമയത്താണ് സന്ധ്യ രാജേന്ദ്രൻ, മാധവൻ അങ്കിളിന്റെ മകള്, മുകേഷേട്ടന്റെ പെങ്ങള്. അപ്പൊ ചേച്ചി എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് അവരുടെ ഒരു പ്രോജക്റ്റ് കെ രാജീവ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന അന്ന കരീന എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി എനിക്കറിയില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ അറിയും ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല മോളെ. എൻ്റെ ഫീൽഡ് ഫാമിലി ഫുൾ ഈ ഫീൽഡ് ആണെങ്കിലും ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നും ബോധ്യതല്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ് ക്യാമറയുടെ പൊസിഷനിൽ എവിടെ നിൽക്കണം എടുക്കുക, ആ ഒരു നേച്ചറാണ് ഞാൻ. അങ്ങനെ ഞാൻ വളരെ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവമായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധം, പിന്നെ എൻ്റെ ഫാമിലി, ഹസ്ബൻഡും മക്കളും എല്ലാം പറഞ്ഞു, അമ്മ എനിക്കിപ്പം ഇനിയപ്പം മക്കളെല്ലാം മെച്ചോർഡായി. അവരെല്ലാം മോൻ 2 ആൺകുട്ടികളാണ് എനിക്ക്. അപ്പം അവരെല്ലാം മോൻ മൂത്തയാൾക്ക് ജോലിയൊക്കെ ആയി. അപ്പൊ പറഞ്ഞു ഇനിയിപ്പം അമ്മയ്ക്ക് ലക്ഷ ടൈം ഒരുപാട് കിട്ടും, അപ്പൊ അമ്മയ്ക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ട്രയൽ ബേസിൽ വന്നതാണ്. പക്ഷെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞില്ലേ, സക്സസ് ആയി. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും പ്രേക്ഷകർ അത് സ്വീകരിച്ചു ആ ക്യാരക്ടറിന്. പിന്നീട് ഇന്ന് വരെ എനിക്ക് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഞാൻ ആവശ്യപ്പെടുക ഒന്നും ചെയ്തതല്ല. ഈശ്വരാനുഗ്രഹം ഓരോന്ന് ഓരോ അവസരങ്ങൾ എന്നെ ഇങ്ങനെ തേടി വന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ 3 വർഷത്തിനിടയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു 10-15 മൂവി അടുപ്പിച്ച് ചെയ്തു. ഇപ്പൊ 2-3 മൂവിയുടെ പ്രോജക്റ്റ് ഡിസ്കഷനിലുണ്ട്. പിന്നെ ഇപ്പം സാറിനെ പോലുള്ള നല്ല സീനിയർ ഡയറക്ടേഴ്സിന്റെ കൂടെയുള്ള പ്രോജക്ട്സ് സീരിയലായാലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ചെറുതിലേ വരാനായിരുന്നെങ്കിൽ മോളെ എനിക്ക് കുഞ്ഞിലേ വരാമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈം തൊട്ടേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുള്ളതാണ്. പക്ഷെ വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഫീൽഡിനോടുള്ള ഒരു നെഗറ്റീവ് തോട്ടല്ല. പക്ഷെ എനിക്ക് ഫാമിലിയെ മിസ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ആ മിസ്സിങ് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനെ ഞങ്ങൾക്ക് സമയത്ത് കിട്ടില്ല, ബ്രദറിനെ കിട്ടില്ല, ചേച്ചിയെ കിട്ടില്ല. നമ്മുടെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ പോലും അവർക്ക് നമ്മളുടെ ആളായിട്ട് നിൽക്കാൻ പറ്റില്ല. അവര് വരുമ്പോഴത്തേക്ക് സെലിബ്രിറ്റീസ് ആണെന്നും പറഞ്ഞിട്ട് ആൾക്കാരെ കൂടെ പിന്നെന്താ പറയാ, ഒരു അമ്പലത്തിൽ പോയാൽ നമുക്ക് സമാധാനമായിട്ട് നിന്നൊന്ന് തൊഴാൻ പറ്റില്ല. ഒരു മൂവി ഞങ്ങൾക്ക് പോവുകയാണെങ്കിൽ തുടങ്ങിയിട്ടായിരിക്കും ഞങ്ങൾ കയറുക, തീരുന്നതിന് മുമ്പ് ഞങ്ങൾ ഇറങ്ങും ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പ്രൈവസി ഒരുപാട് ലോസ് ആവുന്ന പോലെ തോന്നും. അപ്പൊ നമുക്ക് ആവശ്യപ്പെടുമ്പം നമ്മുടെ അതിന് കിട്ടണം. അപ്പം ഫാമിലി എപ്പോഴും നമുക്ക് അതൊരു മിസ്സിങ് ആവരുത് എന്നായിരുന്നു എൻ്റെ ഒരു തോട്ട്. ചേച്ചിക്ക് അപ്പോ ഇപ്പോ സീരിയലിൽ വന്ന് 3 years ആയി. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ അന്നേ തുടങ്ങിയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് ഇല്ല എന്നാണ് ചേച്ചി പറയുന്നത്. റിഗ്രറ്റ് ഇല്ല മോളെ. പക്ഷെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, അതൊരു നഷ്ടബോധമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല. പക്ഷെ ഇപ്പൊ ചില സീൻസ് നമ്മൾ ചില മൂവീസൊക്കെ കാണുമ്പം, പണ്ട് ചെയ്തിരുന്ന കുറെ വേഷങ്ങളൊക്കെ കാണുമ്പം, പക്ഷെ ഞാൻ അന്ന് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയേനെ എന്നൊരു തോന്നല്. എന്തായാലും ഞാൻ ഫീൽഡിൽ വന്നു, അപ്പൊ വേണമെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് വരാമായിരുന്നു അല്ലേ എന്നിങ്ങനെ ഒരു റീതിങ്കിങ് വയ്ക്കുന്നു എന്നല്ലാതെ ഒരു റിഗ്രറ്റ് ആയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ചേച്ചി അപ്പൊ ഒരു 15 മൂവിയോളം ചെയ്തു എന്ന് ചേച്ചി പറഞ്ഞു. അപ്പൊ അതിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? തീർച്ചയായിട്ടും. 15 മൂവിയിൽ എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഒരു താത്വിക അവലോകനം. അഖിൽ മാരാർ ഡയറക്റ്റ് ചെയ്ത ജോജു ജോർജ് നായകനായിട്ടുള്ള മൂവിയാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അതിനെനിക്ക് ജോജുയായിട്ട് ഒരു കോമ്പിനേഷൻ സീനും ഉണ്ടായിരുന്നു. അഖിലായാലും ജോജു ആയാലും വളരെ കോപ്പറേറ്റീവാണ്, ടീം കംപ്ലീറ്റ്. നമുക്ക് എന്താ ഒരു എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ, ഞാൻ പറഞ്ഞല്ലോ മോളെ, ഞാൻ ഇതിനകത്തൊന്നും ബോർഡറിങ് ഉള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എവിടെ നിൽക്കണം ഒരു ഇതും അറിയില്ലായിരുന്നു. പക്ഷെ അതെല്ലാം അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയും വളരെ കോപ്പറേറ്റീവായിട്ട് നമുക്ക് എന്താ പറയുക ഒരു പേടിയില്ലാതെ ചെയ്യാൻ പറ്റി. അതുപോലെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ വർക്ക് ചെയ്തത്. അതിൽ ഞാൻ നീരജിന്റെ, മണിയമ്പിള്ള രാജേന്ദ്രന്റെ മോൻ നിരഞ്ജന്റെ മകനായിട്ടാണ് അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ അതിൽ ജോജുജിയായിട്ട് എനിക്കൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. ജോജുജി പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്റ്റാർട്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ആ ഒറ്റ സീനാണ് കോമ്പിനേഷൻ സീനെങ്കിലും ജോജുജി എനിക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ആക്ടിങ്ങിൽ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഈവൻ ഒരു ലുക്ക് പോലും അതെങ്ങനെ എടുക്കണം എന്നുള്ളത്. ഫസ്റ്റ് ജോജു വരുന്നു, ഇപ്പം ഞാനിങ്ങനെ നോക്കുന്നു, എനിക്ക് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ആ നോക്കുന്ന വേ പോലും അതെങ്ങനെയാണ് ആ ഒരു ലുക്ക് പോകേണ്ടതെന്ന് വരെയുള്ള ഒരു, സത്യം പറഞ്ഞാൽ അതൊരു കുറച്ച് ഉള്ളായിരുന്നെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാനും അത് എത്ര ടേക്ക് വേണമെങ്കിലും പോകാനും ഒരു മടിയും ഇല്ലാതെ കൂടെ നിന്ന് പറഞ്ഞു തരികയും പിന്നെ പോയി അത് നമ്മൾ റിവ്യൂ കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് അതിനകത്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. പിന്നെ ഷോട്ട് കഴിഞ്ഞിട്ടും ആ സമയം എൻ്റെ സീൻസ് കഴിയുന്നവരെ നിന്നിട്ടും
എൻ്റെ നല്ല അവിടുത്തെ മെയിൻ, ഞാനും എൻ്റെ മോള് ആര്യ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സീൻ കഴിയുന്നത് വരെ നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസും കാര്യങ്ങളും നമ്മളെ ശരിക്കും എൻകറേജ് ചെയ്യും. നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിൽ കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഇതാണ്. അപ്പൊ ഇത്രയും പേഷ്യൻസോടെ ഒരു ആക്ടർ നിൽക്കുന്നെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ എൻ്റെ ഒരു വെച്ച് അനുഭവം വെച്ച് നോക്കുവാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ആർട്ടിസ്റ്റുകളെല്ലാം ഞാൻ മലയാളം ഫീൽഡിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ, അതർ ഫീൽഡിനെ കുറിച്ച് എനിക്ക് അധികം നോളജില്ല. അപ്പം നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ പൊളൈറ്റാണ്, വളരെ കോപ്പറേറ്റീവാണ്. എൻ്റെ അനുഭവം അത് അങ്ങനെയാണ്. ഞാൻ ദുൽഖർജിയുടെ കൂടെ, ദിഗുജിയുടെ കൂടെ ഒരു വേഷം ചെയ്തിരുന്നു, സല്യൂട്ട് എന്ന് പറഞ്ഞ മൂവിയിൽ. അതിൽ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ പോലും ഇത്രയും എന്താ പറയുക, എളിമത്തമുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടില്ല എന്ന് പറയാം. വളരെ കോപ്പറേറ്റീവായിട്ട് നിന്നിട്ട് ആ ഒരു സീൻ എടുക്കുന്നതും എൻ്റെ കൂടെ ഒരു പുതിയ ആർട്ടിസ്റ്റ്. അപ്പോൾ ആ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ റീടേക്ക് എടുക്കേണ്ടി വന്നു. വളരെ ക്ഷമയോടെ, ഒരു ദുർമുഖം പോലും കാണിക്കാതെ. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഹെഡ് വെയിറ്റ് കാണിച്ച് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. ഇത്രയും ലെജൻഡായിട്ടുള്ള ദുൽഖർജി പോലും വളരെ കോപ്പറേറ്റീവായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ. പിന്നെ എന്താ പറയുക, സൈജു കുറുപ്പ്, ഞാൻ ജാനകി ചാനല് നവ്യ നായിട്ട് അമ്മയായിട്ടായിരുന്നു. നവ്യയിലും അത് തന്നെ, സൈജു ആണെങ്കിലും അത് തന്നെ. അവരൊക്കെ വളരെ നമുക്ക് എന്താ പറയുക, ഒന്നും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. അവരെല്ലാം അതുപോലെ സഹകരിക്കും. ഭയങ്കര ഒരിതാണ്, അല്ലാതെ ഒരു കമാൻഡിങ്ങോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ജാടയോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള വർക്കിലെല്ലാവരും. കുമാരിയിലെ ഐശ്വര്യ ലക്ഷ്മി ഷൈനായിരുന്നു, ഷൈൻ്റെ അമ്മയായിട്ട്, ഷൈൻ ടു ചാക്കയുടെ അമ്മയായിരുന്നു ഞാൻ, ഐഷുവിൻ്റെ മദറിൻലോ. അവിടെയും ഈ പറഞ്ഞതുപോലെ വളരെ കംഫോർട്ട് സോണായിട്ട് ഡയറക്ടർ നിർമ്മൽ സാറ്, എല്ലാവരും. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു അനുഭവം എനിക്ക് മൂവിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതൊരു ചെയ്തതെല്ലാം നല്ല കമ്പനി പ്രൊഡക്ഷൻ ടീമിൻ്റെ കൂടെ, നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ചേച്ചി, അപ്പോൾ സായി ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഈ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അത്രയും ടഫ് ക്യാരക്ടർ തന്നെയാണോ വീട്ടിലും, അതോ പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്? ഒരിക്കലും ഇല്ല, വളരെ പാവമാണ്. വയ്യ വീട്ടിലുണ്ടെങ്കിൽ വയ്യ, അച്ഛനും എല്ലാം അത് തന്നെ. അച്ഛനും ഭയങ്കര ഇതായിരുന്നല്ലോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അച്ഛനെ കുറിച്ചും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ സോറി, ഞാൻ വയ്യാന്ന് വിളിക്കുന്നത് എൻ്റെ ബ്രദറിനെയാണ്, സായികുമാർ. ഞാൻ കൊച്ചിലോട്ടെ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം വയ്യാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം വന്നൊരു ഉത്സവമേളം പോലെയാണ്. പാട്ട് പാടും, അന്താക്ഷരി കളിക്കുന്നതും ഭയങ്കര ഇതാണ്. പിന്നെ കിച്ചണിലൊക്കെ പയ്യെ തന്നെ കയറും, അങ്ങനെ കൂടെ കയറുക ഞങ്ങൾ എല്ലാവരും കൂടെ. അതൊക്കെ എന്ന് വെച്ചാൽ വളരെ ഭയങ്കര മെമ്മറീസ് ആണ്. അച്ഛനെ കുറിച്ചും എനിക്ക് വളരെ നേരിയ ഓർമ്മകളേ ഉള്ളൂ. പക്ഷെ അച്ഛനെ അതുമുതൽ എനിക്ക് ഓർമ്മയുണ്ട്, പീരുമേട്ട് അച്ഛനൊരു നാടകത്തിന്റെ പര്യടനത്തിന് പോയിട്ട്, ഞാനന്ന് 4-ലോ 5-ലോ എന്തോ പഠിക്കുന്നതേ ഉള്ളൂ. അച്ഛൻ വരുന്നത് നോക്കി ഉറങ്ങാതിരിക്കാൻ, വെച്ചാൽ വരുമ്പം കൊണ്ടുവരുന്ന സാധനങ്ങൾ അപ്പോഴേ, അച്ഛനാണെങ്കിൽ ഞങ്ങളെല്ലാം ഡ്രസ്സാണെങ്കിലും എല്ലാം അപ്പോഴേ ഇട്ട് കാണണം അച്ഛന്. എത്ര ഉറങ്ങി കിടക്കുവാണെങ്കിലും ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുണർത്തി. അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ. ചേച്ചി പറഞ്ഞു ഒരു ആക്ടറിനെ സംബന്ധിച്ച് ചാലഞ്ചിങ് റോൾസ് ആണ് കൂടുതലും ചെയ്യാൻ താല്പര്യം. അപ്പോൾ ഇനി അങ്ങനെ വരികയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് ചേച്ചി പറയുന്നത്? തീർച്ചയായിട്ടും മോളെ, ചലഞ്ചിങ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കഴിവിൽ വെച്ചിട്ടും എൻ്റെ കംഫർട്ട് സോണിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന ചലഞ്ചിങ് വേഷങ്ങൾ ചെയ്യാൻ ഞാൻ വില്ലിങ്ങാണ്. ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഇതൊക്കെ ഞാൻ പറയുന്നില്ല. എൻ്റെ ഏജ്, എൻ്റെ കഴിവ്, എനിക്ക് കംഫർട്ട് സോണായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉള്ള നല്ല നല്ല വേഷങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹമുള്ളത് ഇപ്പം. ചേച്ചി, ഇത്രയും നാളായിട്ടും ചേച്ചിയുടെ സ്കിന്നിൽ ഞാനൊരു ചുളിവ് പോലും കാണുന്നില്ല. അപ്പോൾ ഇത്രയും മേക്കപ്പ് തുടർച്ചയായിട്ട് നമുക്ക് ഓരോ ഷൂട്ട്സിനും ഇടേണ്ടി വരും. അപ്പോൾ ചേച്ചി എന്തെങ്കിലും സ്കിൻ കെയർ ടിപ്സ് ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയാണ് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ ഒന്നുമില്ലടാ. പിന്നെ കുഞ്ഞില് തൊട്ടേ വീട്ടില് എന്താ, നമ്മൾ അരി കഴുകുന്ന അരി വാർക്കുന്ന കഞ്ഞിവെള്ളമല്ലേ, കഞ്ഞിവെള്ളം മുടി കഴുകാൻ നല്ലതാണെന്ന് അമ്മ പറയുമായിരുന്നു. അത് പക്ഷെ റെഗുലറായിട്ടൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും പണി ചെയ്തിട്ടുള്ളത് പറയാണ്. വല്ലപ്പോഴും അത് വെച്ച് മുടി വാഷ് ചെയ്യാറുണ്ട്. പിന്നെ ടൊമാറ്റോ സ്കിന്നിൽ സ്ക്രബ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും. അതും ഒന്നും റെഗുലറായിട്ടോ വീക്ക്ലി ടോയ്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നും നടക്കാറില്ല. എന്നാലും ഞാൻ വല്ലപ്പോഴും എടുക്കുന്ന സ്കിൻ കെയർ ആണ്. പിന്നെ തേങ്ങ അത് പക്ഷേ എപ്പോൾ കിട്ടിയാലും അത് വെച്ച് ഞാൻ മുഖം കഴുകാറുണ്ട്. അത് ഞാൻ പണ്ട് തൊട്ട് ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ബാക്കിയൊക്കെ പിന്നെ മോളെ
പിന്നെ ഇപ്പം ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഒരു 3-4 മാസം കൂടുമ്പം ഒരു ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ എനിക്ക് സംസാരിച്ചപ്പോ ചേച്ചി അത്രയും കൈൻഡും അത്രയും നമ്മളോട് അത്രയും സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് വെച്ച് ഈ സീരിയലിൽ കാണുമ്പോഴേ ആ മുത്തശ്ശി ക്യാരക്ടർ ഭയങ്കര ടഫായിട്ടൊരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അതപ്പൊ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇവിടുന്ന് ഒരു നേരൊരു സ്വിച്ച് ക്യാമറ ഓൺ ആവുമ്പോഴത്തേന് അത് എന്താ പറയണ്ടേന്ന് ചോദിച്ചാൽ അതെന്റെ അച്ഛന്റെയും അമ്മയുടെയും ഭഗവാന്റെയും ഒക്കെ അനുഗ്രഹം. എനിക്ക് അതേ പറയാനുള്ളൂ മോളെ. അതിന്റെ ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കിയപ്പം ഡയറക്ടർ സാർ എന്താ പറയാ, അപ്പോഴും ഞാൻ അച്ഛനെയും അമ്മയും ഭഗവാനെയും എല്ലാം മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്നു. അത് ആ സമയത്ത് കിട്ടുന്ന ഒരു എനർജി. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ ഇതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ ഒന്നും ഇവിടെ നടത്താറില്ല. വന്ന് ഫസ്റ്റ് ടേക്ക് തന്നെ ഞാൻ KK രാജീവ് സാറിന്റെ അന്ന കരീന എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു ട്രയൽ എന്നും പറഞ്ഞിട്ടാണ് സംഗീത ചേച്ചി എന്നെ വിളിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ഷോർട്ട് എടുക്കും, എന്തായാലും ചേച്ചി വിളിച്ചല്ലേ പോയിട്ട് വരാം, ചേട്ടനും മക്കളും നിർബന്ധിക്കുന്നു, അങ്ങനെ പോവാന്ന് വിചാരിച്ചു പോയതാ. അപ്പൊ ചേച്ചി ഒന്നും ട്രയൽ നോക്കാം. അപ്പൊ സാർ പറഞ്ഞ ഒന്നുമില്ല, അച്ഛന്റെ പാരമ്പര്യമല്ലേ, നമുക്ക് നോക്കാം, കൊട്ടാരക്കര സാറിന്റെ മോളല്ലേ, എന്തെങ്കിലും ഇതില്ലാതിരിക്കുമോ, നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റീടേക്ക് എടുക്കാമല്ലോ, അതിനൊന്നും ടെൻഷൻ വേണ്ട, എന്തായാലും ജസ്റ്റ് ഒരു ട്രയൽ നോക്കുന്നു പറഞ്ഞിട്ടാണ് സാറ്. അപ്പൊ സിറ്റുവേഷൻ സാറ് പറഞ്ഞു തന്നു. മോന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മോൻ വരുമ്പം അമ്മയ്ക്ക് ഇവരെ ആരും കണ്ടിട്ടില്ലെങ്കിലും മോൻ പറഞ്ഞ എല്ലാവരെയും അമ്മയ്ക്ക് അറിയാം. അപ്പൊ വരുന്ന എല്ലാവരും പേരെടുത്ത് അമ്മ വിളിച്ച് മോനെ, മോൻ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്, അപ്പം അവൻ വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടെയാണ്. അപ്പൊ അഭിനയിക്കണ്ട, സാറ് പറഞ്ഞതാണ്, അഭിനയിക്കണ്ട ശൈലജ, അഭിനയിക്കുകയല്ല. പക്ഷെ സാറ് ശൈലമ്മ എന്നാണ് വിളിച്ചത്. അപ്പൊ ശൈലമ്മ അഭിനയിക്കുകയല്ല, പിന്നെ വീട്ടിലെ മോന്റെ കൂടെ ഫ്രണ്ട്സ് വരുമ്പം എങ്ങനെ ബിഹേവ് ചെയ്യും അത് മാത്രം ഇവിടെ ചെയ്താൽ മതി, അഭിനയിക്കണ്ട എന്ന് പറഞ്ഞു. നമുക്ക് ഡ്രാമ വേണ്ട. പിന്നെ ഈ പറഞ്ഞ മോളെ ഞാൻ ചെയ്തു. ഗോഡ് സേക്ക്, അച്ഛൻ്റെ അനുഗ്രഹമാണ്. ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. അപ്പൊ സാർ അതെന്നെ വിളിച്ച് കാണിച്ചു, എങ്ങനെ ഉണ്ടെന്ന് കാണണ്ടേ, ഒന്ന് കാണാൻ പറഞ്ഞു. കണ്ടിട്ട് അപ്പം ചോദിച്ചു, എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല, ഞാൻ ആകെ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പം മനസ്സിലായില്ലേ കൊട്ടാരക്കര സാറിന്റെ പ്രസൻസ് ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. ആ ഒരു ഒറ്റ വാക്കിലാണ് ഞാൻ ഇന്നും ഇവിടെ നിൽക്കുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ. അത് കേട്ടപ്പം ഒരുപാട് അഭിമാനവും സന്തോഷമാണോ എന്തോ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു വാക്ക് അത്രയും ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടർ പറയണം എന്നുണ്ടെങ്കിൽ അച്ഛന്റെ അനുഗ്രഹം തന്നെയല്ലേ അത്. അത് ഞാനിപ്പോഴും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ആളുടെ കേട്ടയാണ്. ചേച്ചി അങ്ങോട്ട് നുള്ളിയാ പോലും ചേച്ചി തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യില്ല, ചിരിച്ചുകൊണ്ടേ തിരിച്ച് സംസാരിക്കുള്ളൂ. അപ്പൊ അത്രയും കാം നേച്ചർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? അതും ഇപ്പൊ ഇങ്ങനെ ഒരു ലോകത്തില് അറിയാമല്ലോ, തൊട്ടേനും പിടിച്ചതിനും വഴക്കും അടിയാണ്. അപ്പൊ അതെങ്ങനെയാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്? അതിടാ ഓരോരുത്തരും അവരുടെ നേച്ചർ ചിലപ്പം അത് ദേഷ്യപ്പെട്ട് അവർ തീർക്കും. പക്ഷെ ദേഷ്യപ്പെടുന്ന സ്ഥാനത്ത് നമ്മൾ അതിനെ ചിരിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്താൽ അവിടെ ഇവിടെയും എന്താ പ്രശ്നം. പിന്നെ എനിക്കത് കൂടുതലും കിട്ടിയത് എൻ്റെ വർക്കിംഗ് ഫീൽഡിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെച്ചാൽ ഞാൻ കസ്റ്റമർ കെയർ ആയിരുന്നു 10-23 വർഷമായിട്ട് ഹാൻഡിൽ ചെയ്ത്. അപ്പം ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ കസ്റ്റമർ കെയർ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പോയാലും റെഡ് സെല്ല്, കസ്റ്റമർ കെയർ, ഫ്രണ്ട് ഓഫീസ്, ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം എൻ്റെ അണ്ടറിലായിരുന്നു. അപ്പം ഞാനത് കൊണ്ടുപോകുന്ന വേ ആയിരിക്കാമോ, ഇപ്പം കുറച്ച് പേഷ്യൻസ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത് ചിലപ്പം അതും ഒരു കാര്യമാവാം. പിന്നെ ഞാൻ പൊതുവെ പണ്ട് തൊട്ടേ എങ്ങനെയാണ് എല്ലാവരും പറയും, അധികം സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫീൽഡിലോട്ട് വന്നതിന് ശേഷമാണ് ഇത്രയും ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയെങ്കിലും സംസാരിക്കുന്നത്. ചേച്ചി നേരത്തെ ഫാമിലിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് മക്കളായാലും ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പം മക്കൾക്ക് ഈ ഫീൽഡിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? മൂത്ത മോനിപ്പം ടെക്നോ പാർക്കിൽ ഫെക്യൂടെക്കിൽ വർക്ക് ചെയ്യുകയാണ്. മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മോനിപ്പോൾ അവിടെ വർക്ക് ചെയ്യാണ്. ഇളയ മോനിപ്പം BSc ഫസ്റ്റ് ഇയർ രാജ്നഗർ കോളേജിൽ പഠിക്കുന്നു. മൂത്ത മോൻ ശ്രീചന്ദ് സായികൃഷ്ണ, ഹസ്ബൻഡ് കൃഷ്ണകുമാർ. അപ്പം മക്കൾക്ക് പൊതുവെ ഇളയ മോന് കുറച്ച് താല്പര്യം ഉണ്ട്. അയാൾ കുറച്ച് പാടും. മൂത്ത മോൻ വയലിൻ പഠിച്ചിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഈ ഫീൽഡിലോട്ട് വരാൻ അയാൾ അത്ര ഇൻട്രസ്റ്റഡ് കാണിക്കാറില്ല. പക്ഷെ ഇളയ മോന് കുറച്ച് താല്പര്യമുണ്ട്. സല്യൂട്ടിൽ മോനും ഒരു വേഷം ചെയ്തിരുന്നു ഇളയ മോന്. ചേച്ചി, അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും ഒരു പേടിയുണ്ട്, സീരിയലിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ. പക്ഷെ അതല്ല എന്ന് തെളിയിച്ച ഒരുപാട് പേര് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് അതിന് ഒപ്പീനിയൻ എന്താണ്? എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് സീരിയലിലാണ് മോള് വന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് അന്ന കരീന, KK രാജീവ് സാറിന്റെ കാളിദാസ പ്രൊഡക്ഷൻസിന്റെ അന്ന കരീനയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് അതിൻ്റെ കഴിഞ്ഞപ്പോൾ ഫ്ലാഷ് മൂവി, കേരള കൗമുദിയുടെ ഫ്ലാഷ് മൂവിയിൽ എന്നെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു.
കൊട്ടാരക്കരയുടെ കുടുംബത്തിൽ നിന്ന് ഒരു അഭിനേത്രി കൂടി എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടിട്ടാണ് എന്നെ മഹാലക്ഷ്മി സിൽക്സ് തിരുവല്ല അതിന്റെ ബ്രാൻഡ് മോഡലായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ താത്വിക അവലോകനം, സല്യൂട്ട്, വിരുന്ന്, ഇങ്ങനെ കുറെ മൂവി. ലാസ്റ്റ് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത് കിമുക്കുറിയാണ് ലാസ്റ്റ് ചെയ്ത മൂവി. അപ്പൊ അത്രയും മൂവി വരെ ഞാൻ എത്തി നിൽക്കുന്നത് സീരിയലും ഇതും കൂടെ ഒന്നിച്ചാണ് കൊണ്ടുപോയത്. എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്താ പറയാ, അത് ചിലരുടെ മൈൻഡ് സെറ്റപ്പാണ്. സീരിയലിൽ അഭിനയിച്ച മൂവി കിട്ടില്ല, ടൈം ലാഗിങ്, ഡേറ്റ് ഷെഡ്യൂൾ ക്രാഷ് ആണ് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത്. സീരിയലിൽ നമുക്ക് ഒരുപാട് ഡേറ്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പം മൂവിയുടെ ഡേറ്റ് വെച്ചിട്ട് അവർ വിളിക്കുമ്പോൾ ചിലപ്പം നമുക്ക് അത്രയും ഡേറ്റ്സ് കൊടുക്കാനുള്ള ഒരു ഷോർട്ടേജ് വരും. എനിക്ക് അങ്ങനെ 2-3 മൂവി മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ളത് നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതിനകത്ത് ഇതൊരു സീരിയൽ അഭിനയിച്ചു എന്ന് വെച്ചിട്ട് മൂവി കിട്ടില്ല എന്ന് പറയാനും എനിക്ക് പറ്റത്തില്ല, എൻ്റെ അനുഭവം വെച്ചിട്ട്. ഓക്കെ. ഇപ്പൊ ആധുനിക ലോകമാണ്, എല്ലാവരും സീരീസിലും ഫോണിലും, അതായത് ഹോട്ട്സ്റ്റാറിലും വഴിയായിരിക്കും സീരിയൽ കാണുന്നത്, അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്ത് ഓരോ സീരീസ് കാണുന്നത്. അപ്പൊ സീരിയലിന്റെ യുഗം തീരാറായി അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ ഒരു ജനറേഷൻ കഴിയുമ്പോൾ ഇനി സീരിയൽ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ പ്രൊഫഷനാണ്, അത് ഒരു എൻഡ് വരും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ ഡിജിറ്റൽ യുഗമായാലും അതിലും വേണ്ട ആർട്ടിസ്റ്റുകൾ. സീരിയൽ അല്ലെങ്കിൽ ഡിജിറ്റലില് നമ്മൾ OTT പ്ലാറ്റ്ഫോമിൽ വരില്ല. ഇപ്പം നമ്മുടെ കോവിഡ് ടൈമിൽ മൂവി തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ OTT പ്ലാറ്റ്ഫോം അതുകൊണ്ട് എന്തുമാത്രം മെച്ചപ്പെട്ടു. പക്ഷെ അതിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ ഇതല്ലെങ്കിൽ അത് എവിടെയാണെങ്കിലും ആർട്ടിസ്റ്റുകൾ, ജെന്യൂൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് അതിന്റെ അവസരങ്ങൾ ഉണ്ടാവും എന്നതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു എൻഡിങ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാന്നല്ല. അതെ. മാം, ഇനി അടുത്ത അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? അപ്കമിങ് എന്നുള്ളത് ഞാനിപ്പം ഇപ്പൊ ചെയ്യുന്ന സീരിയൽ പ്രോജക്ട്സ് ആണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന സാറിന്റെ ഈ പ്രോജക്റ്റ് കൂടാതെ മഴവില്ലിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് റോളായി തുടങ്ങിയോ? അത് ജസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ റോളായി തുടങ്ങിയിട്ട്. പിന്നെ മൂവി 2 മൂവി ഉണ്ട്. അത് ഡീറ്റെയിൽസ് എനിക്ക് പറയാറായിട്ടില്ല. 2 മൂവിയുടെ ഡിസ്കഷനും കാര്യങ്ങളും നടക്കുന്നു. ഒന്നൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, ഒന്ന് നോർമൽ മൂവിയാണ്. ഒന്ന് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരു ത്രില്ലർ മൂവിയാണ്. അപ്പം അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. എനിക്കത് ക്ലിയർ ആയിട്ട് പറയാനുള്ള ഡേറ്റോ കാര്യങ്ങളോ ഒന്നും കൺഫേം ആയിട്ടില്ല. 2 പ്രോജക്ട്സും ഡിസ്കഷനിലാണ്. ചേച്ചി, അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു വേറെ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചേച്ചി ഇപ്പൊ ചെയ്യുന്ന ഈ മുത്തശ്ശി കഥാപാത്രം. അപ്പൊ അതിന്റെ കഷ്ടപ്പാടുകൾ, ഈ വിഗും എല്ലാം വെച്ചിട്ട് അതൊന്ന് പറയാവോ? അതും ഒരു എക്സ്പീരിയൻസ് ആണ് മോളെ. എന്നുവെച്ചാൽ ഫുൾ വിഗ് വെച്ചിട്ട് ഒരു ഹെവി മേക്കപ്പ് ആണ് അതിൽ വരുന്നത്. അപ്പൊ ഈ വിഗ് വെക്കുക, പഴയ പുരാതന രീതിയിലുള്ള കോസ്റ്റ്യൂമാണ് ഇടുന്നത്. അപ്പൊ അതൊക്കെ ഇവിടെ നമ്മൾ ടൈ ചെയ്താണ് വെക്കുന്നത്. അപ്പൊ അത് കെട്ടുന്നൊക്കെ വെച്ചാൽ നല്ല പെയിൻഫുൾ ആയിരിക്കും നമുക്കൊരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഈ വിഗ് വെച്ചാന്ന് വെച്ചാൽ വിയർത്തിട്ട് ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ ചിലപ്പോൾ സീൻ ബൈ സീനായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ ഈ മേക്ക് ഓവർ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു സീൻ കഴിഞ്ഞിട്ട് ചിലപ്പം അത് ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത സീൻ. ആ ടൈം അത്രയും ഇത് ചെയ്യാന്ന് വെച്ചാൽ മേക്ക് ഓവർ ചെയ്തെടുക്കുന്നതിന് തന്നെ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം നമ്മൾ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വിഗും എല്ലാം സെറ്റ് ചെയ്ത് വരാൻ ഒരു 2-2.5 മണിക്കൂറിനകത്ത് നമുക്ക് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ ഇത് റിമൂവ് ചെയ്യാനും അതുപോലെ ഇടുന്നുണ്ട്. ഫസ്റ്റ് കുറച്ച് ഗ്രേ ഹെയറിൽ ചെയ്തിട്ട് അതിന്റെ പുറത്താണ് വിഗ് വെക്കുന്നത്. അപ്പൊ അത് ടൈ ചെയ്ത് വെക്കുക. അത് ഫുൾ സൈസ് വിഗാണ് വെക്കുന്നത്. അപ്പൊ അത്രയും ഇത് ചെയ്തപ്പോ ഈ ചൂടും അതെല്ലാം നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് ഇരുന്നിട്ട് വിഗ് എടുക്കുമ്പം എന്താ പറയാ, പുക പോകുന്നത് പോലുള്ള ഫീലിങ്സ് ആണ് ഹെയറിൽ നിന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുക. ചൂട് എന്നും നമ്മൾ കൈയിട്ട ഫീലിംഗ് ആണ് മുടിയിൽ തോന്നുമ്പോൾ. അതൊക്കെ കുറച്ച് റിസ്ക് ആണ്. പക്ഷെ അതിലും ആ ഒരു ക്യാരക്ടറിനെ പ്രേക്ഷകർ ഉൾക്കൊണ്ടെന്ന് അറിയപ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക് ഒക്കെ അതിനു വേണ്ടിയിട്ടല്ലേ. അപ്പൊ അവരത് സ്വീകരിച്ചു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ചേച്ചിക്ക് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ ഒരു കഥാപാത്രം സ്വീകരിച്ചതിൽ? എന്റെ കഥാപാത്രം എന്നല്ല, ഇതിലെ ഓരോ കഥാപാത്രവും എല്ലാവരും അത്രയ്ക്കും എഫേർട്ട് എടുത്തും സിൻസിയറായിട്ട് വളരെ ഇതായിട്ട് ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ ഇതിൽ തന്നെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്ന തമ്പി സാറിന്റെ വേഷം, അദ്ദേഹവും ഇതിന് വേണ്ടിയിട്ട് വിഗ് സെറ്റ് ചെയ്യുന്ന ഒരുപാട് മേക്ക് ഓവർ വരാൻ ഒരുപാട് ടൈമും കാര്യങ്ങളും എടുത്ത് ചെയ്യുന്നതാണ്. അപ്പം ഞാനെന്നല്ല, ഇതിലെ ഓരോ ആർട്ടിസ്റ്റുകളും, ശ്രീകുട്ടി, നമ്മുടെ കൊച്ചുമോള്, ഈച്ച് ആൻഡ് എവരി വൺ, അവരവരുടെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ, ഈച്ച് ആൻഡ് എവരി വൺ, ടീം കംപ്ലീറ്റ് യൂണിറ്റ്, ഞങ്ങൾ അതുപോലെ എഫേർട്ടും സിൻസിയറായിട്ടും വർക്ക് ചെയ്യുന്നതാണ്. അത് പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഇതൊരു വൻ വിജയമാക്കി തന്നെ തരണം. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണം.
അപ്പോൾ സീരിയൽ ടുഡേയുടെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി. ലൈഫിനെ ഇത്രയും പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചേച്ചിയുടെ എല്ലാ പ്രോജക്ട്സിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ്.